നമസ്കാരം, ട്രാവൽ മാക്സ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് KSRTC ബസ്സിൽ നേരെ പറമ്പിക്കുളം ആനപ്പാടി എന്നുള്ള സ്ഥലത്ത് പോയി ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് വൈൽഡ് ലൈഫ് ജംഗിൾ സഫാരി ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജംഗിൾ സഫാരിയിൽ നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് പോകും. നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ബസ് നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു 11-11:30 ആവും. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു 7:50 ആകുമ്പോൾ, ഇപ്പോൾ 7:30 ആയി, 7:50 ആകുമ്പോൾ നമ്മുടെ പറമ്പിക്കുളം ബസ് വരും. അങ്ങനെ നമ്മുടെ പറമ്പിക്കുളം ബസ് നമ്മളെ വന്നിട്ടുണ്ട് സ്റ്റാൻഡിലേക്ക്. കേട്ടോ, നമുക്കിതിൽ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടുമെന്ന് നോക്കണം. കേസ് നമുക്കപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റ് പൊള്ളാച്ചി ശേഷം നമുക്ക് കയറിയിരിക്കാം. ഫ്രണ്ട് സീറ്റ് കാരണം ഇപ്പോൾ സ്ത്രീകളുടെ സീറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്ത്രീകളുടെ സീറ്റ് ഇവിടുന്ന് പാലക്കാട് നിന്ന് പൊള്ളാച്ചി വരെ സ്ത്രീകൾ ഉണ്ടാവും, നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഡ്രൈവർ പറഞ്ഞത്, കണ്ടക്ടറും പറഞ്ഞത് പൊള്ളാച്ചി ശേഷം ആരും ഉണ്ടാവില്ല, അതിന് പൊള്ളാച്ചി ശേഷം നമ്മൾ ഫ്രണ്ടിൽ കയറി വന്നിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് തൽക്കാലം തൊട്ട് പുറകിലുള്ള സീറ്റാണ് കയറിയിരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 8 മണിക്ക് വണ്ടി കൊണ്ടുണ്ടാവും. നമ്മൾ 7:50 ആകുമ്പോഴേക്കും സ്റ്റാൻഡ് കൊണ്ടുവന്ന് വണ്ടി ഇട്ടു. 8 മണിയാകുമ്പോഴേക്കും കറക്റ്റായിട്ട് നടക്കും. 11:11 ആകുമ്പോഴേക്കും നമ്മൾ പറമ്പിക്കുളത്ത് കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് ആളിനെ കയറ്റി നേരെ പാറ, കൊഴിഞ്ഞാമ്പാറ, പൊള്ളാച്ചി, സേത്തുമട ആ വഴിയാണ് നമ്മുടെ റൂട്ട്. നമ്മൾ അവിടെ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നേരെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. പാറ, കൊഴിഞ്ഞാമ്പാറ സ്റ്റോപ്പ് ആയപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു ബസ്സിൽ. കാരണം ലേഡീസിൻ്റെയും അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകളുടെ ഒക്കെ നല്ല തിരക്കായിരുന്നു. വേറൊരു ബസ് ഇതേ ടൈമിലുള്ള വേറൊരു പൊള്ളാച്ചിക്കുള്ള ബസ് അവധിയായതിനാൽ ഈ ബസ്സിൽ നല്ല തിരക്കായിരുന്നു. തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. നമ്മൾ പൊള്ളാച്ചി കഴിഞ്ഞ് സേത്തുമട എത്താനായി. പൊള്ളാച്ചി സേത്തുമട കഴിഞ്ഞതും ഈ ഒരു ഉത്സവ സീസൺ ആയതുകൊണ്ട് വഴിയോരങ്ങളെല്ലാം നല്ല ഉത്സവങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ ആനമല റിസർവ്, ടൈഗർ റിസർവിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെയാണ് പ്രസിദ്ധമായ ടോപ്പ് സ്ലിപ്പ് അഥവാ ഇന്ദിരാഗാന്ധി ടൈഗർ റിസർവ് എന്നും അറിയപ്പെടും. ആനമല ടൈഗർ റിസർവ് എന്നും ഇന്ദിരാഗാന്ധി ടൈഗർ റിസർവ് എന്നും 2 പേരിൽ അറിയപ്പെടും. ഇവിടെ പ്രസിദ്ധമായ ടോപ്പ് സ്ലിപ്പാണുള്ളത്. ഇവിടെ നാച്ചുറൽ ക്യാമ്പ്, അതുപോലെ ട്രക്കിങ്, എലിഫൻറ്റ് റൈഡ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഈ ഭാഗത്ത് നടക്കും. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇതുള്ളത്. അങ്ങനെ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിന്റ് എത്തി. നമ്മളിപ്പോൾ KSRTC ബസ്സിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ ഇവിടെ എൻട്രി എടുത്ത് ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ എല്ലാം കൊടുത്തിട്ട് വേണം നമ്മളിതിൽ എൻട്രി ചെയ്യാൻ. നമ്മളതുപോലെ തന്നെ നമ്മൾ ബൈക്കിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് ചെക്ക് പോയിന്റിൽ തന്നെ നമ്മൾ ബൈക്ക് അവിടെ നിർത്തി അവിടുന്ന് ജീപ്പോ മറ്റുള്ള വാഹനങ്ങളോ ഉപയോഗിക്കേണ്ടി വരും. ബൈക്കിൽ വരുന്നവർ മിക്കവാറും അവിടെ ബൈക്ക് നിർത്തിയിട്ട് ഒന്നിൽ ജീപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ബസ്സിൽ കയറി വരേണ്ടി വരും. ബൈക്കിന് അലൗഡ് അല്ല. നമ്മൾ ഈ ഒരു പറമ്പിക്കുളം ടൈഗർ റിസർവിലാണെങ്കിലും ഈ ആനമല ടൈഗർ റിസർവിലാണെങ്കിലും ബൈക്കിന് അലൗഡ് അല്ല. സേത്തുമട കഴിഞ്ഞ പാടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് ബസ്സിൽ കയറി വരേണ്ടി വരും. കാറിലുള്ളവർക്ക് കുഴപ്പമില്ല, നേരെ ഇവിടെ എൻട്രി എടുത്തിട്ട് രണ്ടവിടെയും എൻട്രി എടുക്കണം. തമിഴ്നാട്ടിലും എൻട്രി എടുക്കണം, അതുപോലെ തന്നെ പറമ്പിക്കുളം കേരളത്തിൻ്റെ പറമ്പിക്കുളം ടൈഗർ റിസർവിലും എൻട്രി എടുക്കണം.
പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് ആനപ്പാടിയാണ്. ഈ കാണുന്നതാണ് ആനപ്പാടി സ്റ്റോപ്പ്. ഇവിടെയാണ് നമ്മൾ ജംഗിൾ സഫാരി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ജംഗിൾ സഫാരി ഇവിടുത്തെ വലിയൊരു ബസ്സുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. പെർ ഹെഡിന് 400 റുപ്പീസാണ്. പക്ഷേ ഇന്നിപ്പോൾ ആൾക്കാർ വീക്കെൻഡില്ലാത്തതുകൊണ്ട് ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നടക്കില്ല. അതായത് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നില്ല, നേരെ ഈ ബസ്സിൽ തന്നെ നേരെ പറമ്പിക്കുളം സെൻട്രലിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കാറിൽ നമ്മൾ വരുകയെന്ന് വെച്ചാൽ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യണവരാണെങ്കിൽ ഈ ജംഗിൾ സഫാരി അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസുകൾ, അതായത് ഇവിടെ ആനപ്പാടിയിൽ വന്നു കഴിഞ്ഞാൽ ജംഗിൾ സഫാരി, എലിഫൻറ്റ് സോങ് ട്രക്കിംഗ് ട്രെയിൽ, ഡിയർ പാത്ത് ട്രക്കിംഗ് ട്രെയിൽ, ഹണി കോംബ്, ബുക്ക്മാർക്ക് ട്രക്കിംഗ് ട്രെയിൽ, ഡേ ഇൻ പറമ്പിക്കുളം, ടെൻറ്റഡ് മൈഷ്. ഇതിൽ ഏറ്റവും റെക്കമെൻഡ് എന്ന് പറയുന്നത് പെരുവാരി ഐലൻഡ് നെസ്റ്റാണ്. അത് ഏകദേശം നമ്മുടെ ഒരു ഐലൻഡിൻ്റെ ഓരത്തെ ഒരു ചെറിയൊരു നെസ്റ്റ് പോലെ ഉള്ള അതിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. അതൊക്കെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഇവരുടെ സൈറ്റിൽ പോയി പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന സൈറ്റിൽ പോയി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അതായത് ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമാണ് അതിലേക്ക് പോകേണ്ടത്. അതിൽ ഒരു 5 പേർക്ക് 11,500 രൂപയാണ് പെർ നൈറ്റിനുള്ള ഇത്. നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ളവർ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ മേടിച്ച്, അതായത് ഫുഡിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് അവരുടെ അടുത്ത് കൊടുക്കണം, അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് ട്രീ ടോപ്പ് ഹട്ട് തുണക്കടവിലുണ്ട്, വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റിലുണ്ട്. അങ്ങനെ ഇവരുടെ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ ഒരുപാട് ഈ സ്റ്റേ ചെയ്യേണ്ട ക്യാമ്പുകളൊക്കെ അതിൽ കാണാം. അതിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഈ ജംഗിൾ സഫാരിക്ക് മാത്രം ഇവിടെ ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ കാറിൽ വരികയാണെന്ന് വെച്ചാൽ അവിടെ പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്ത് പോകാം. ബാക്കിയുള്ളതൊക്കെ ഓൺലൈനിലാണ് ബുക്കിങ്. ക്ലിയറായി ഫോറസ്റ്റ് ആണല്ലേ? 5-6 കിലോമീറ്റർ അത് കഴിഞ്ഞ് ഇതുമായി റോഡാണ്. ആ റോഡ് ഇടയിൽ തന്നെ കിടക്കാം. 5 കിലോമീറ്റർ കിടക്കും. 16 കിലോമീറ്റർ വന്ന ഇവിടെ അവർക്ക് പഞ്ചായത്തിൽ പോകാൻ വരാനൊക്കെ സൗകര്യം കേരളത്തിൽ റോഡ് പോയി കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണ്. എത്ര ടൂറിസ്റ്റുകൾ അതിൽ കൂടെ വരാല്ലേ? സുഖമായിട്ട് അവരുടെ കാശ് ചെറിയ റോഡാണ്. അവരൊക്കെ വരാം. അത് അന്നത്തെ KSRTC സർവീസ് ഇടുമല്ലോ. പിന്നെ ഇതിലൊരു രസകരമായൊരു സംഭവം കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് വരണമെങ്കിൽ നമ്മൾ തമിഴ്നാട് ടച്ച് ചെയ്യാതെ വരാൻ പറ്റില്ല. കാരണം സേത്തുമട വഴി തന്നെ വരണം. അല്ലാതെ വേറൊരു വഴിയുണ്ട്, കാമ്പത്തിച്ചുള്ള ഒരു വഴിയുണ്ട്. പക്ഷെ അതൊരു ഇടയിലൊരു 5-6 കിലോമീറ്ററോളം റോഡില്ലാണ്ട് അങ്ങനെ കിടക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അത് റോഡില്ലാത്തതെന്നുള്ളത് എനിക്ക് എൻ്റെ ആധികാരികമായിട്ട് അറിയില്ല. അതും കൂടി ഒരു 5-6 കിലോമീറ്റർ അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കാമറത്ത് ചള്ളയിൽ നിന്ന് നേരെ ഈ ആനപ്പാടി ഇപ്പുറത്ത് ഈ ഒരു ജംഗ്ഷനിലൊന്ന് ചേരും. അതായത് തുണക്കടവ് ഡാമിൻ്റെ ആ സൈഡിൽ വന്ന് ജോയിൻ്റ് ആവുന്ന ഒരു റോഡുണ്ട്. പക്ഷെ ഒരു 5-6 കിലോമീറ്റർ ഇടയിൽ റോഡില്ലാത്ത കാരണം ഇതിപ്പോൾ നമുക്ക് പൊള്ളാച്ചി ചുറ്റി തന്നെ വരണം, അതായത് സേത്തുമട വഴി തന്നെ വരണം. അങ്ങനെ നമ്മൾ പറമ്പിക്കുളം സെൻട്രൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആനപ്പാടിയിൽ ഇറങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈ ബുധനാഴ്ച ആയതുകൊണ്ട് വീക്കെൻഡിലൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വരിക. ടൂറിസ്റ്റുകൾ കൂടുതൽ വീക്കെൻഡിലാണ് കൂടുതൽ വരിക. അപ്പോൾ നമ്മൾ ആനപ്പാടി ഇറങ്ങിയില്ല, നേരെ പറമ്പിക്കുളം സെൻട്രൽ തന്നെ വന്ന് ഇറങ്ങി. നമ്മുടെ പറമ്പിക്കുളം ബസ് സ്റ്റാൻഡ്, അതായത് ബസ് വന്ന് തിരിയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഉണ്ട് അങ്ങനെ നല്ല സീസണൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല കൾച്ചർ പരിപാടികളൊക്കെ ഇങ്ങനെ
ഒരുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറമ്പിക്കുളം ഈ ഒരു സെൻറ്ററിൽ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും പറമ്പിക്കുളമൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല സീസൺ സമയത്ത് വരും, അതായത് ജൂൺ ജൂലൈ മഴ പെയ്തതിന് ശേഷം വരും. നല്ല പച്ചപ്പ് കാണണമെങ്കിൽ ആ സമയത്തൊക്കെ വരണം. ഇപ്പോൾ നല്ല വെയിലാണ്, വെയിലും അതുപോലെ തന്നെ അങ്ങനെ കാടൊക്കെ കരിഞ്ഞ് കിടക്കുകയാണ്, അതായത് പുല്ലൊക്കെ കരിഞ്ഞൊരു ഉണങ്ങിയ അവസ്ഥയാണ്. അത് കാരണം അധികം മൃഗങ്ങളെ കാണാൻ പറ്റില്ല. കുറച്ച് അവിടെ മാനുകളും അതുപോലെ തന്നെ കരിങ്കുരങ്ങൾ, പിന്നെ ഒരു ദൂരത്തു നിന്നൊരു കാട്ടാന അങ്ങനെ കണ്ടുള്ളൂ. ടൈഗർ റിസർവ് മറ്റേ പറമ്പിക്കുളം എന്ന് പറയുന്നത് ശരിക്കും ടൈഗർ റിസർവറാണ്, പക്ഷേ അങ്ങനെയുള്ളതിനൊന്നും കണ്ടില്ല. കാരണം ഈ ഒരു അവസ്ഥയാണ്. കാരണം നല്ല ചൂടാണ് ഇപ്പോൾ പറമ്പിക്കുളത്ത്, നല്ല ചൂടാണ്. ചൂട് പറഞ്ഞാൽ നല്ല ചൂട്. ഈ നമ്മുടെ പുറകുവശത്ത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ നമ്മുടെ ഈ ഫോറസ്റ്റിൻ്റെ ഇത് സീന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നല്ല ചൂടൊക്കെ കരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ നമ്മളിപ്പോൾ വന്നപ്പോൾ നമുക്ക് ഇത് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സീസൺ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളൊക്കെയാണ് തോന്നുന്നു ഇവിടെയൊക്കെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിൽ പുറകിലുള്ള കംപ്ലീറ്റ് ഇരിപ്പിടങ്ങളാണ്. ഇവിടെ ചെറിയ സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കേണ്ടത് തോന്നുന്നു. അതിൻ്റെ സ്റ്റേജാണ് നമ്മുടെ ബാക്കിൽ പുറകിൽ കാണുന്നത്. കണ്ടല്ലേ, നല്ല മുള കൊണ്ടുണ്ടാക്കിയ സ്റ്റേജാണ് ഈ പുറകിൽ കാണുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അതിലെ ഇരിപ്പിടങ്ങളാണ് കാണുന്നത്. കണ്ട, അങ്ങനെ നമ്മൾ പറമ്പിക്കുളം സെൻറ്ററൊക്കെ കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചു. അടിപൊളി ഭക്ഷണം ഉണ്ടായി. നമ്മൾ ഈ കാണുന്ന ഹോട്ടലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. നല്ല പൊന്നിരി ചോറും അതുപോലെ തന്നെ നല്ല സാമ്പാറും, അടിപൊളി സാമ്പാറൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു ഭക്ഷണം. മീൻ ഫ്രൈ ആവുന്നുള്ളൂ, എല്ലാവരും മീൻ ഫ്രൈയും കൂടി നമ്മൾ ഇവിടുത്തെ ഡാമിലത്തെ മീൻ ഫ്രൈയും കൂടി കിട്ടുമായിരുന്നു, പക്ഷേ ആയിട്ടുണ്ടായിരുന്നില്ല, വെന്തുകൊണ്ടിരിക്കണമല്ലോ, നമുക്ക് സമയമില്ലല്ലോ. അത് കാരണം നമ്മൾ ഇവിടെയാണ്, ഇതാണ് പുറകിലുള്ളതാണ് നമ്മുടെ തിരിച്ചു പോകാനുള്ള ബസ്. നമ്മൾ ബസ്സിലേക്ക് കയറണം കേട്ടോ.